നിസ്കരിച്ചതല്ല കിട്ടാൻ പോകുന്നത്, നിസ്കരിച്ചപ്പോൾ കരുതിയതാണ്. നോമ്പിൻ്റെ ഗുണമല്ല, നോമ്പിൻ്റെതല്ല കിട്ടാൻ പോണത്, നോമ്പ് വെച്ചപ്പോൾ കരുതിയതാണ്. ദാനത്തിൻ്റെ കൂലിയല്ല കിട്ടാൻ പോകുന്നത്, ദാനം ചെയ്തപ്പോൾ കരുതിയതാണ്. നല്ല നിയ്യത്തോടു കൂടി ചെയ്യപ്പെട്ട നോമ്പ്, നല്ല നിയ്യത്തോടു കൂടി ചെയ്യപ്പെട്ട നിസ്കാരം, നല്ല നിയ്യത്തോടു കൂടി ചെയ്യപ്പെട്ട നമ്മുടെ ദാനധർമ്മങ്ങൾ, എപ്പോഴെങ്കിലും നമ്മുടെ കർമ്മങ്ങളിൽ ആത്മപ്രശംസ വന്നോ, മറ്റുള്ളവരൊന്ന് കാണട്ടെ എന്ന് കരുതിയോ, അല്ലദീനഹും യുറാഊൻ, അവർക്ക് വൈലാണെന്ന് അള്ള പറഞ്ഞല്ലോ, അവർക്ക് വലിയ നരകമാണ്. അല്ലദീനഹും യുറാഊൻ, ആളെ കാണിക്കാൻ നന്മ ചെയ്തവർ, നിസ്കരിച്ചവർ എന്നാ അള്ളാഹു പറയാണ്. കൊടുത്തതൊക്കെ കൊടുത്തു, എന്നിട്ട് മനസ്സ് വല്ലാതെ പിടച്ചു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് ആയിഷ റളിയല്ലാഹു ചോദിച്ചു. കൊടുത്തതൊക്കെ കൊടുത്തു, ദാനം ചെയ്തതൊക്കെ ദാനം ചെയ്തു, നന്മയായി ചെയ്യാവുന്നതൊക്കെ ചെയ്തു, പക്ഷെ വല്ലാത്ത പേടിയാണ് അവരുടെ മനസ്സിന്. വിറപൂണ്ട്, ഹൃദയങ്ങൾ വിറപൂണ്ട് ദാനം നൽകിക്കൊണ്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? തങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങിച്ചെല്ലേണ്ടി വരുമല്ലോ എന്നോർത്താണ് അവരുടെ പേടി. പടച്ചവൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരുമല്ലോ എന്നോർത്ത് ഹൃദയങ്ങൾ വിറപൂണ്ട് ദാനം ചെയ്തവർ എന്ന് അല്ലാഹു പറഞ്ഞത് ആരെക്കുറിച്ചാണ് നബിയെ എന്നവർ ചോദിക്കുകയാണ്. അവർ ഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ, കള്ളു കുടിക്കുന്നവരെ കുറിച്ചാണോ, മോഷ്ടിക്കുന്നവരെ കുറിച്ചാണോ എന്ന് ചോദിക്കുക. കാരണം ഇത്ര വലിയ പേടി വരാൻ അവരെന്താ ദ്രോഹം തെറ്റുവല്ലം ചെയ്തോ, കള്ളു കുടിച്ചിട്ടോ അല്ല വ്യഭിചരിച്ചിട്ടോ വല്ലതുമാണോ എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖിൻ്റെ മോളെ അല്ല അവരെക്കുറിച്ചല്ല അള്ളാഹു അത് പറഞ്ഞത്. വലാകിന്നഹും, മറിച്ച് അല്ലദീന യസൂമൂൻ, നോമ്പ് വയ്ക്കുകയും, വയുസല്ലൂന, നമസ്കരിക്കുകയും, വയതസദ്ദഖൂൻ, ദാനം ചെയ്യുകയും, വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാതെ പോയിട്ടുണ്ടോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് അള്ളാഹു അപ്പറഞ്ഞത്. ഒരു പക്ഷേ നമ്മിൽ പലരെയും ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വികാരം, റമദാനിൽ അത്യാവശ്യം അമലുകളൊക്കെ ചെയ്തു, തരക്കേടില്ലാത്ത വിധത്തിൽ റമദാനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, കർമ്മങ്ങൾ ധാരാളം ചെയ്തിട്ടുമുണ്ട്. നോമ്പ് വയ്ക്കാതിരുന്നില്ലല്ലോ, തറാവീഹും നമസ്കരിക്കാതിരുന്നില്ല, അതുപോലെ തന്നെ രാത്രി തഹജ്ജുദിനായി എഴുന്നേറ്റു. ഇടയത്താഴത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ജീവിത പതിവുകളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായി നമ്മുടെ ഇച്ഛകളെ, ഇഷ്ടങ്ങളെ പിടിച്ചു കെട്ടി നാം നേടിയെടുത്ത, നാം നിയന്ത്രിച്ച് നിർത്തിയ ഈ മഹിമകൾ, ഈ നന്മകളൊക്കെ വലിയ കാര്യമാണല്ലോ. ഇതൊക്കെ ഉള്ളപ്പോൾ പിന്നെ ഇനി ഭാവിയെക്കുറിച്ച് ആശങ്കയൊന്നും വേണ്ട എന്ന വിധത്തിലുള്ള ഒരു ലാഘവ ചിന്ത, ഒരു ലളിതബോധം നമ്മുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ വേണ്ടത്ര സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ അടയാളമായിട്ടാണ് മഹാന്മാർ വിലയിരുത്തുന്നത്. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നതിൻ്റെ അടയാളം ആ അമലിൻ്റെ സ്വീകാര്യതയെക്കുറിച്ചുള്ള അലട്ടലുകൾ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നതാണ്. അമലുകൾ ചെയ്തിട്ട് ഞാനെന്തോ ചെയ്തു പോയി എന്ന അഹങ്കാരം ആരുടെയും മനസ്സിൽ വരരുത്. അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ മാത്രം എൻ്റെ അമലുകൾക്ക് അടിസ്ഥാനപരമായ മൂല്യമുണ്ടായിരുന്നോ എന്ന് നാം ആലോചിക്കണം. മഹാന്മാർ അങ്ങനെയാണ്. അവർ നന്മ ചെയ്ത് പൊട്ടിക്കരയുന്നവരാണ്. അവർ നന്മ ചെയ്തുകൊണ്ട് പൊട്ടിക്കരയുന്നവരാണ്. നാമോ തിന്മ ചെയ്തുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നവരാണ്. കള്ളു കുടിച്ചിട്ട് തട്ടഹസിക്കാൻ മടിയില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ ഇന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ നല്ലവരായ ഇബാദുകൾ, അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരെങ്ങനെയെന്നറിയുമോ? അവർ നന്മകൾ, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമലുകൾ ചെയ്തുകൊണ്ടും അള്ളാഹു എന്നിൽ നിന്നത് സ്വീകരിച്ചോ എന്ന ആശങ്കയിൽ അവർ വിലപിക്കുന്നവരും പൊട്ടിക്കരയുന്നവരുമാണ്. ഇതൊരു മാനസികാവസ്ഥയാണ്. ഈ മാനസികാവസ്ഥയാണ് റബ്ബിൻ്റെ മുമ്പിൽ മാർക്കിടപ്പെടുന്നത്, വിലയിടപ്പെടുന്നത്. അല്ലാതെ നമ്മുടെ കർമ്മങ്ങളുടെ ബാഹ്യരൂപങ്ങളല്ല. ബാഹ്യമായ കർമ്മങ്ങൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ബാഹ്യമായ നന്മയുടെ കർമ്മരൂപങ്ങൾ നമ്മുടെ അവയവങ്ങളിലൂടെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കണം. കർമ്മങ്ങൾക്കാണ് വില. പക്ഷേ കർമ്മങ്ങൾക്കാധാരമാകുന്ന നമ്മുടെ ഉദ്ദേശം എന്ത് എന്നതാണ് കർമ്മങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നത്. ഉദ്ദേശം നന്നാകാത്ത ഒരു കർമ്മത്തിനും, നാം പറയാറുള്ളത് പോലെ, അടിത്തറ ഉറയ്ക്കാത്ത ഒരു ബിൽഡിങ്ങിനും നിലനിൽപ്പില്ലെന്ന പോലെ
യഥാർത്ഥത്തിൽ നമ്മുടെ അടിത്തറ നമ്മുടെ ഹൃദയത്തിൻ്റെ കൂമ്പിലാണ്, അകക്കാമ്പിലാണ് രൂപപ്പെടേണ്ടത്. മസലു കലിമത്തിൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫറുഉഹാ ഫിസ്സമാഅ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. റബ്ബ് പറയുന്നു, അള്ളാഹു പറയുകയാണ്, വിശുദ്ധ വചനത്തിൻ്റെ സ്വഭാവം അത് കഷജറത്തിൻ തയ്യിബ, നല്ലൊരു മരം പോലെയാണ്, നല്ല അടിയുറപ്പുള്ള വേരുറപ്പുള്ള മരം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിൻ്റെ അടിവേര് ആണ്ടിറങ്ങിയ മരം പോലെ. വേറൊരു മരത്തെ പുറകെ പറയുന്നുണ്ട്, മോശമായ വാക്കുകളുടെ സ്വഭാവമായി കഷജറത്തിൻ ജുതുസ്സത് മിൻ ഫൗഖിൽ അർളി മാ ലഹാ മിൻ ഖറാർ, ഭൂമിയുടെ ഉപരിതലത്തിൽ വേരുകൾ ഇറങ്ങാതെ പൂതലിച്ച് നിൽക്കുന്ന ഒരു മരം പോലെയാണ്, അതിന് ഉറപ്പില്ലാത്ത മരം പോലെയാണ്. വചനമുള്ളകത്ത് ആണ്ടിറങ്ങുന്ന വചനം മാത്രമേ തുഅതി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അന്തസത്ത മനുഷ്യ മനസ്സുകളുടെ ആഴങ്ങളിൽ ആണ്ടിറങ്ങിയാൽ അത് നിഷ്ക്രിയമാവില്ല, നിഷ്ഫലമാവില്ല. ഓൾ സീസൺ, എല്ലാ സീസണിലും അത് നന്മയുടെ ഫലങ്ങൾ കായ്പിച്ചു കൊണ്ടിരിക്കും. തുഅതി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ. അള്ളാഹു അനുവദിച്ചിട്ട് ആ നല്ല വചനം ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന ഒറ്റ കാരണം കൊണ്ട് അതിൻ്റെ ചില്ലകൾ ആകാശത്തിൽ പടർന്നു നിൽക്കും. ഫഫറുഉഹാ ഫിസ്സമാ, ചില്ല പടർന്ന് ആകാശസീമകളിലേക്ക് അതിൻ്റെ ചില്ലകൾ പടർന്നു നിൽക്കും. തുഅതി, അതിൻ്റെ ഫലം തന്നുകൊണ്ടിരിക്കും അത് എല്ലാ സീസണിലും. ഇങ്ങനെയാകണം നമ്മുടെ ഈമാൻ, ഇങ്ങനെയാകണം നമ്മുടെ വിശ്വാസ വചനം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ ഇടം പിടിക്കേണ്ടത്. വെറുതെ ഒരു വർത്താനമല്ല, ഇളകുന്ന സംശയിക്കുന്ന ഒന്നിനു ഇതൊരിക്കലും സാധ്യമല്ല. വിശ്വാസത്തിൽ സംശയത്തിൻ്റെ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ അസ്വസ്ഥത നമ്മുടെ വിശ്വാസത്തിനുണ്ടെങ്കിൽ ആ വിശ്വാസം ഫലം തരില്ല. കാരണം വേരുറയ്ക്കാത്ത മരത്തിൽ നിന്ന് കായ മുളയ്ക്കില്ലെന്ന് ആർക്കറിയാത്ത? വേരുറയ്ക്കാത്ത മരം ഫലം തരില്ലെന്ന പോലെ സംശയത്തിൻ്റെ എന്തെങ്കിലും ഒരു നാമ്പെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച്, കലിമയെക്കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. ആരാണ് മുഅ്മിനീങ്ങൾ? ആരാണ് ലോകത്ത് അത്ഭുതം സൃഷ്ടിക്കുന്ന സത്യവിശ്വാസികൾ? അവരുടെ വിശ്വാസവും അവരുടെ നല്ല വർത്തമാനങ്ങളും കലിമകളുമൊക്കെ ഈ ലോകത്ത് നന്മകളുടെ വസന്തം വിതയ്ക്കുന്ന മുഅ്മിനാരാണ്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും സുമ്മ ലം യർതാബു, പിന്നീട് ഒട്ടും സംശയിക്കാതിരിക്കുകയും ചെയ്തവരാണ്. സംശയം വിശ്വാസവൃക്ഷത്തിൻ്റെ അടിവേരിൻ്റെ ഇളക്കത്തിൻ്റെ പേരാണ് സംശയമെന്ന് പറയുന്നത്. വിശ്വാസവൃക്ഷത്തിൻ്റെ അടിവേര് ഇളകുന്നു എന്ന, ഇളകി പിന്നെയും ഉറപ്പിച്ചു, ഇളകി വീണ്ടും ആ ഉറച്ചു നിന്നില്ല. ഇളകിയത് അല്പം ഒന്ന് ഉറച്ചു വരുമ്പോൾ പിന്നെയും സംശയം കൊണ്ട് ആ വിശ്വാസവൃക്ഷത്തിൻ്റെ അടിവേരുകൾ ഒലഞ്ഞാൽ അതിൽ നിന്ന് കായ്കനികൾ ഉണ്ടാവില്ല, ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഉള്ളിൽ ആണ്ടിറങ്ങിയ വിശ്വാസമെന്ത്, ഉദ്ദേശമെന്ത് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്ത ഈ അമലുകളുടെ മൂല്യം നിർണയിക്കുന്നത്. തദടിസ്ഥാനത്തിൽ അല്ലാഹു തആല നമുക്ക് നിശ്ചയിക്കുന്ന നമ്മുടെ ഭാവിയുടെ ഭാഗതയത്തെ നിയന്ത്രിക്കുന്നത് ഉള്ളിൽ എന്തായിരുന്നു എന്നതാണ്. ഞാൻ നോമ്പ് വെച്ചവനാണ് എന്ന ഒരു വലിയവൻ ഭാവം ഉള്ളിലുണ്ടോ? തറാവീഹ് മുടങ്ങാതെ നിസ്കരിച്ചു എന്ന ഒരു താൻ പോരിമ ഉള്ളിൽ നിങ്ങൾ നിറയുന്നുണ്ടോ? ഞാൻ രാത്രികളിലൊക്കെ നമസ്കരിച്ച ആളാണ്, ഖിയാമുൽ ലൈലിനും ഉണ്ടായിരുന്നു എന്ന വിചാരം നമ്മുടെ മനസ്സിൽ ഒരു അഹന്ത പോലെ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന്. അപകടമാണ്. വിശ്വാസത്തെ നമ്മൾ അറിയണം. വിശ്വാസം എവിടെയാണ് ഫലവത്താകുന്നതെന്ന് അറിയണം. അള്ളാഹു പറയുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് ആ നന്മകളെ നിലനിർത്തുക സാധ്യമല്ല, ഇസ്തിഖാമത്ത് സാധ്യമല്ല. അള്ളാഹു പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാലത്ത്, അവർ പറഞ്ഞു, സഅൽതു റസൂലല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അൻ ഹാദിഹിലായ, ഈ ആയത്തിനെ കുറിച്ച്. ഏതാണ് ആയത്ത്? വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ.
വല്ലദീന യുഅ്തൂന മാ ആത്തൗ, തങ്ങൾക്ക് അള്ളാഹു കൊടുത്തതിൽ നിന്ന് തങ്ങൾക്ക് അള്ളാഹു നൽകിയത് ദാനം ചെയ്തവർ, ദാനം ചെയ്യുകയും യുഅ്തൂന മാ ആത്തൗ വഖുലൂബുഹും വജില, ഹൃദയം വല്ലാതെ ഭയപ്പെടുകയും ചെയ്ത ആളുകൾ. അള്ളാഹു പറയാണ്, കൊടുത്തതൊക്കെ കൊടുത്തു എന്നിട്ട് മനസ്സ് വല്ലാതെ പിടച്ചു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. കൊടുത്തതൊക്കെ കൊടുത്തു, ദാനം ചെയ്തതൊക്കെ ദാനം ചെയ്തു, നന്മയായി ചെയ്യാവുന്നതൊക്കെ ചെയ്തു, പക്ഷെ വല്ലാത്ത പേടിയാണ് അവരുടെ മനസ്സിന്. വിറപൂണ്ട്, ഹൃദയങ്ങൾ വിറപൂണ്ട് ദാനം നൽകിക്കൊണ്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? തങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങിച്ചെല്ലേണ്ടി വരുമല്ലോ എന്നോർത്താണ് അവരുടെ പേടി. പടച്ചവൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരുമല്ലോ എന്നോർത്ത് ഹൃദയങ്ങൾ വിറപൂണ്ട് ദാനം ചെയ്തവർ എന്ന് അല്ലാഹു പറഞ്ഞത് ആരെക്കുറിച്ചാണ് നബിയെ എന്നവർ ചോദിക്കുകയാണ്. അവർ ഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ, കള്ളു കുടിക്കുന്നവരെ കുറിച്ചാണോ, മോഷ്ടിക്കുന്നവരെ കുറിച്ചാണോ എന്ന് ചോദിക്കുക. കാരണം ഇത്ര വലിയ പേടി വരാൻ അവരെന്താ തെറ്റുവല്ലം ചെയ്തോ, കള്ളു കുടിച്ചിട്ടോ അല്ല വ്യഭിചരിച്ചിട്ടോ വല്ലതുമാണോ എന്ന് ചോദിച്ചപ്പോൾ ലാ യാ ബിന്ത സിദ്ദീഖ്, സിദ്ദീഖിൻ്റെ മോളെ അല്ല, അവരെക്കുറിച്ചല്ല അള്ളാഹു അത് പറഞ്ഞത്. വലാകിന്നഹും, മറിച്ച് അല്ലദീന യസൂമൂൻ, നോമ്പ് വയ്ക്കുകയും, വയുസല്ലൂന, നമസ്കരിക്കുകയും, വയതസദ്ദഖൂൻ, ദാനം ചെയ്യുകയും, വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാതെ പോയിട്ടുണ്ടോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് അള്ളാഹു അപ്പറഞ്ഞത്. എല്ലാം ചെയ്തു, പക്ഷെ അള്ളാഹ് സ്വീകരിച്ചു എന്നുള്ളതിന് എന്താ ഉറപ്പ്? വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അള്ളാഹ് കബൂലാക്കുക അത്ര നിസാരമല്ല. അമല് കൊണ്ടൊന്നും അള്ളാഹു നമ്മളെ ആരെയും രക്ഷപ്പെടുത്തില്ല. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് നന്മകളിൽ മത്സരിച്ചോടുന്നവർ എന്ന് അള്ളാഹു പറയുക. നന്മകളിൽ മത്സരിച്ചോടി, നേരത്തെ പറഞ്ഞല്ലോ സൂറത്തുൽ വാഖിയ പറഞ്ഞപ്പോൾ 3 കൂട്ടരെക്കുറിച്ച്, ഇടതുപക്ഷക്കാർ, വലതുപക്ഷക്കാർ, മുമ്പേ നടന്നവർ, അസ്സാബിഖൂൻ എന്ന് പറഞ്ഞ നന്മകളിൽ മത്സരിച്ചോടിയവർ എന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ ഏറ്റവും ഉന്നതരായ ആ സമൂഹം ഇവരാണ്. അവരെല്ലാ നല്ലതും ചെയ്യും, നോമ്പ് വയ്ക്കും, നമസ്കരിക്കും, ദാനം ചെയ്യും, പക്ഷേ അവരുടെ പേടി മാറില്ല മനസ്സിൽ നിന്ന്, എൻ്റെ അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിച്ചോ. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഈ സന്ദർഭത്തിലെ വികാരം. റമദാനിൽ നോമ്പ് വെച്ചു എന്നുള്ളതുകൊണ്ട് നമ്മുടെ കാര്യമൊക്കെ ഭദ്രമായി എന്ന നമ്മുടെ ആ ധാരണകൾ വളരെ പ്രധാനമാണ്. ആരാധനകൾ പ്രധാനമാണെന്നതുപോലെ തന്നെയാണ് അവയെക്കുറിച്ചുള്ള ആത്മപരിശോധന. അത് സ്വീകരിക്കപ്പെട്ടോ? കൈവശമുള്ള നമ്മുടെ പണത്തിൽ, മൂലധനത്തിൽ കള്ളനാണയങ്ങളുണ്ടോ? നമ്മുടെ ചരക്കുകളിലെന്ന് ഉറപ്പുവരുത്തണമെന്ന പോലെ ഓരോ കർമ്മങ്ങൾക്കും അവ എത്ര നിസാരവും സാരവുമാകട്ടെ, അതൊക്കെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വലിയ പ്രാധാന്യമാണ്. അമലുകൾ അതിന് വലിയ പ്രാധാന്യമാണുള്ളത്. വ്യക്തികളുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ആ കർമ്മങ്ങളാണ്. അതിൻ്റെ അളവ് തൂക്കങ്ങൾക്കനുസരിച്ചാണ് അവൻ്റെ സ്വർഗ നരകങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് കർമ്മങ്ങളുടെ മൂല്യം, അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറയണത്. അതുകൊണ്ട് അമലുകൾ ചെയ്തു എന്നതുകൊണ്ട് ആരും വഞ്ചിതരാകണ്ട. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ബുദ്ധിയുള്ളവൻ ആരെന്നറിയോ? സ്വയം വിചാരണ നടത്തുകയും, മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തര ജീവിതത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തവനാണ്. വിചാരണ നമ്മുടെ കർമ്മങ്ങൾ ചെയ്താൽ പോരാ, കർമ്മങ്ങൾക്ക് വിചാരണ കൂടി നാം തന്നെ ചെയ്യണം. വിചാരണ വരും മുമ്പേ വിചാരണ. ഹാസിബു ഖബ്ല അൻ തുഹാസബു, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങളെ നാളെ അള്ളാഹ് വിചാരണ ചെയ്യും നിങ്ങളുടെ അമലുകൾ വെച്ച്. നമ്മൾ സാധാരണ ഈ ലോകത്ത് പരീക്ഷാ ഹാളിൽ നമ്മുടെ കഴിവുകൾ, യോഗ്യതകൾ മൂല്യനിർണ്ണയം നടത്തുമല്ലോ. ഇതുപോലെ നമ്മുടെ അമലുകൾ നാളെ മൂല്യനിർണ്ണയം നടത്തും. ആ മൂല്യനിർണ്ണയം റബ്ബ് നടത്തും മുമ്പേ ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടും മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. വസിനു അൻഫുസക്കും ഖബ്ല അൻ തൂസനു, നിങ്ങളുടെ മനസ്സിനെ അള്ളാഹു തൂക്കും മുമ്പ് നിങ്ങൾ സ്വയം തൂക്കുക. ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഖദാ, നാളെ വിചാരണയുടെ തട്ടിൽ ഏറ്റവും കാര്യങ്ങൾ എളുപ്പമാകുന്നത് അൻ തുഹാസിബു അൻഫുസക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾ സ്വയം വിചാരണ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. ഇന്നത്തെ വിചാരണയാണ് നാളത്തെ ത്രാസിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുക എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തരികയാണ്.
അതുകൊണ്ട് ഒരു മുഅ്മിൻ എപ്പോഴും അൽ മുഅ്മിനു ഖവ്വാമുൻ അലാ നഫ്സി, ഒരു സത്യവിശ്വാസി എപ്പോഴും തൻ്റെ മനസ്സിൻ്റെ മേൽനോട്ടക്കാരനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനസ്സിൻ്റെ മേൽനോട്ടക്കാരനാണ്. മനസ്സിൻ്റെ ഉള്ളറകളിൽ രൂപപ്പെടുന്ന വികാര വിചാരങ്ങൾ എന്തായിരുന്നു? അമലല്ല പ്രധാനം, ആ അമലിൻ്റെ പ്രേരണകൾ എന്തായിരുന്നു? ആ അമലിൻ്റെ പിന്നിലെ നിയ്യത്ത് എന്തായിരുന്നു? നല്ല ഉദ്ദേശമായിരുന്നോ ഇതിൻ്റെയൊക്കെ പിന്നിൽ? പടച്ചവൻ്റെ പ്രീതിയായിരുന്നുവോ? പൊരുത്തമായിരുന്നോ? അവൻ്റെ കബൂലിയത്തായിരുന്നോ? ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അമലിനേക്കാൾ പ്രധാനം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും അമലുകൾ നിയ്യത്ത് കൊണ്ട് മാത്രമാണ് മൂല്യവർദ്ധനയുണ്ടാകുന്നത്, പരിഗണിക്കപ്പെടുന്നത്. വഇന്നമാ ലിക്കുല്ലി ഇംരിഇൻ മാ നവാ, ഓരോ ആൾക്കും ഉള്ളത് കിട്ടാൻ പോകുന്നത് ലിക്കുല്ലി ഇംരിഇൻ മാ നവാ, അവൻ എന്ത് കരുതിയോ അതുമാത്രമാണ്. അവനെന്ത് കരുതിയോ അത് മാത്രമാണ്. നിസ്കരിച്ചതല്ല കിട്ടാൻ പോകുന്നത്, നിസ്കരിച്ചപ്പോൾ കരുതിയതാണ്. നോമ്പിൻ്റെ ഗുണമല്ല, നോമ്പിൻ്റെതല്ല കിട്ടാൻ പോണത്, നോമ്പ് വെച്ചപ്പോൾ കരുതിയതാണ്. ദാനത്തിൻ്റെ കൂലിയല്ല കിട്ടാൻ പോകുന്നത്, ദാനം ചെയ്തപ്പോൾ കരുതിയതാണ്. നല്ല നിയ്യത്തോടു കൂടി ചെയ്യപ്പെട്ട നോമ്പ്, നല്ല നിയ്യത്തോടു കൂടി ചെയ്യപ്പെട്ട നിസ്കാരം, നല്ല നിയ്യത്തോടു കൂടി ചെയ്യപ്പെട്ട നമ്മുടെ ദാനധർമ്മങ്ങൾ, എപ്പോഴെങ്കിലും നമ്മുടെ കർമ്മങ്ങളിൽ ആത്മപ്രശംസ വന്നോ, മറ്റുള്ളവരൊന്ന് കാണട്ടെ എന്ന് കരുതിയോ, അല്ലദീനഹും യുറാഊൻ, അവർക്ക് വൈലാണെന്ന് അള്ളാഹ് പറഞ്ഞല്ലോ, അവർക്ക് വലിയ നരകമാണ്. അല്ലദീനഹും യുറാഊൻ, ആളെ കാണിക്കാൻ നന്മ ചെയ്തവർ, നിസ്കരിച്ചവർ എന്നാ. വൈലുല്ലിൽ മുസല്ലീൻ, നോക്കൂ നിസ്കാരക്കാരെ കുറിച്ച് അള്ളാഹു എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്. അള്ളാഹു നിസ്കാരക്കാരെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? നമ്മൾ നിസ്കരിച്ചു എന്നുള്ളതിൻ്റെ അല്ല അഭിമാനം. പക്ഷേ അല്ലദീനഹും യുറാഊൻ, ഞാൻ നല്ലൊരു നിസ്കാരക്കാരനായിരുന്നു എന്ന് നാലാൾ കാണട്ടെ എന്ന് കരുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ദാനത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, ഖിയാമുലിനെക്കുറിച്ച് ആത്മപ്രശംസ ഉള്ളിൽ വന്നിട്ടുണ്ടോ? എങ്കിൽ പോയി. ഇതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. നിയ്യത്ത് മാത്രമാണ് റബ്ബിൻ്റെ മുമ്പിൽ സ്വീകാര്യമാവുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ലൻ യുദ്ഖിലൽ ജന്നത അഹദുൻ ഇല്ലാ ബിറഹ്മത്തില്ലാ. ഇതായിരുന്നു സഹാബാക്കളുടെ, നല്ലവരായ മുഴുവൻ മനുഷ്യരുടെയും മാനസികാവസ്ഥയാണ് അവരെ ഈ ലോകത്തുയർത്തിയത്. ഏത് മനസ്സിൻ്റെ ഊന്നലിൽ നിന്നുകൊണ്ടോ അവരിവിടെ കർമ്മം ചെയ്തു. കർമ്മങ്ങളുടെ പെരുമഴ പെയ്യിച്ചതുകൊണ്ട് നമ്മളാരും രക്ഷപ്പെടില്ല. കർമ്മം ചെയ്യാതിരിക്കാനല്ല ഞാൻ പറയുന്നത്, കർമ്മത്തിൻ്റെ പ്രചോദനം അതാണ് റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യമാവുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇവിടെ മഹാന്മാർ പറയുന്നു, അദറക്തു 30 മിൻ അസ്ഹാബിൻ നബി കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ 30 പേരെ കാണാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറയുകയാണ്, താബിഈങ്ങളുടെ തലവൻ. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സി, എല്ലാവരും കപടവിശ്വാസിയാണോ എന്ന് ഭയപ്പെട്ടിരുന്നവരാണ്. അള്ളാഹുവെ, ഞാനൊരു മുനാഫിക്കാണോ എന്ന് പേടിച്ചാണ് അള്ളാഹു. ഞാൻ പരിചയപ്പെട്ട 30 സഹാബാക്കളിൽ എല്ലാവരും ഞാൻ ശരിക്കും ഒരു മുഅ്മിനാണോ, പക്ഷെ കപടവിശ്വാസിയാണോ എന്ന് ഭയപ്പെട്ട് കഴിഞ്ഞവരായിരുന്നു ഞാൻ പരിചയപ്പെട്ട മുഴുവൻ സഹാബാക്കളും. ഇത് വെറുതെ പറയല്ല. വന്നില്ലേ അബൂബക്കറിൻ്റെ അടുക്കൽ ഒരിക്കലോടി നാഫഖ ഹൻളല, മഹാനായ ഹൻളല റളിയല്ലാഹു അൻഹു. അബൂബക്കറെ, ഹൻളല മുനാഫിക്കായി പോയി എന്ന സങ്കടവും പറഞ്ഞ് വന്നില്ലേ. അബൂബക്കർ അള്ളാഹുവിന് ചോദിച്ചു, എന്ത് പറ്റി ഹൻളല? നിന്നെപ്പോലൊരു നല്ലവനായ ഉത്തമനായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബി എങ്ങനെയാണ് മുനാഫിക്കാവുക? അപ്പം അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ സ്വർഗവും നരകവും പറയുമ്പോൾ കേൾക്കുമ്പോൾ സ്വർഗം കൺമുമ്പിൽ എന്നതുപോലെ കാണുകയും ആ വികാരത്തിൽ പ്രചോദിതനായി ഞാൻ പുറത്തു പോവുകയും ചെയ്യും. പക്ഷെ വീട്ടിലെത്തിയാൽ സ്ഥിതി അങ്ങ് മാറും അബൂബക്കറെ. വീട്ടിലെത്തുമ്പോൾ പിന്നെ വികാരങ്ങളും അതുപോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അങ്ങ് മാറിപ്പോവുകയാണ്. ആ സ്ഥിതി, തൽസ്ഥിതി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുസവിധത്തിൽ നിലനിന്ന് തൽസ്ഥിതി നിലനിർത്താൻ കഴിയാത്ത ഞാൻ കപടനല്ലേ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഒരു മുഖം, ഒരു മനസ്സ്, വീട്ടിലെത്തിയാൽ വേറൊരു മനസ്സ്, മറ്റൊരു മുഖം, ഞാൻ കപടനല്ലേ? ഈ പേടിയായിരുന്നു സഹാബാക്കളെ അവരുടെ അമലുകൾ ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവിലേക്ക് ചേർത്ത് നിർത്തിയത്. അവരാണ് ഈ ലോകത്ത് നിയ്യത്ത് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത്. നിയ്യത്താണ് ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കേണ്ടതെന്ന് ഓർമ്മ വേണം, കർമ്മങ്ങളല്ല. ധാരാളം കർമ്മം ചെയ്തവരെ ഞാൻ വില കുറയ്ക്കുകയല്ല. പരിശുദ്ധ റമദാനിൽ ഇവിടെ നോമ്പ് തുറയ്ക്ക് വേണ്ടി തന്നെ നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ ഇതര മതസ്ഥരായ ആളുകൾ അവിടെ നിന്ന് പോയ അരിയുടെ അളവ് പറഞ്ഞ് അത്ഭുതം കൂറുന്നത് നമ്മൾ കേട്ടു.
എന്തൊരു സംഭവമാണ്. നമ്മൾ വിചാരിച്ചിടത്തൊന്നുമല്ല നിൽക്കുന്നത്. എൻ്റെ കടയിൽ നിന്ന് പോയ അരിക്ക് കയ്യും കണക്കുമില്ല എന്ന ആളുകൾ പറയുന്നു, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ. ഉദാരമായി നമ്മൾ നോമ്പ് തുറപ്പിക്കുകയായിരുന്നു. ദാനം കൊണ്ട് നമ്മുടെ മനസ്സ് അലിഞ്ഞ് വല്ലാതായി. ഇതൊക്കെ നമ്മൾ ചെയ്തതാ. പക്ഷെ ഇതൊക്കെ ആർക്കു വേണ്ടി ചെയ്തു? എന്തായിരുന്നു അത് ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിലെ നിയ്യത്ത്? ഇത് മാത്രമാണ് നമുക്ക് ഇഹത്തിലും പരത്തിലും ഗുണമായി വരിക എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണമെന്ന് സൂചിപ്പിക്കുക. മുഴുവൻ സഹാബാക്കളും തനിക്ക് നിഫാഖുണ്ടോ എന്ന് ഭയപ്പെട്ടവരാ. ഇന്ന് ഏതെങ്കിലും ഒരു നിസ്കാരക്കാരൻ ഞാനൊരു മുനാഫിക്കാണോ എന്ന് പേടിക്കുന്ന ഒരാളുണ്ടോ? എൻ്റെ ഈമാനിൽ ഒരു ചെറിയ കലർപ്പെങ്കിലും ഉണ്ടെന്ന് പേടിക്കുന്ന ഏത് നിസ്കാരക്കാരനാണുള്ളത്? ഞാൻ ചെയ്യുന്നത് ഒക്കെ ശരിയാണ്, വേറെ എല്ലാവരുടെയും തെറ്റാണ് എന്ന് വിചാരിക്കാനല്ലേ നമ്മുടെ ഈമാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതല്ലേ? ബാക്കിയുള്ളവരൊക്കെ പോക്കാം, എൻ്റെത് വളരെ കറക്റ്റാണ് അല്ലേ? എന്തോ ഒരു അഹന്തയാണ്. ഇത് തന്നെയാണ് നമ്മുടെ അപകടം. എല്ലാ അമലും പാഴാകുന്നത് അവിടെ വെച്ചാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തന്നെ പറഞ്ഞെന്താ, ലൻ യദ്ഖുലൽ ജന്ന അഹദുൻ ഇല്ലാ ബിറഹ്മത്തില്ല. ആരും അള്ളാഹുടെ കരുണയില്ലാതെ സ്വർഗത്തിലൊന്നും പോകാൻ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് ഒരിക്കൽ. അപ്പോൾ ചോദിക്കുകയാണ് സഹാബാക്കൾ, നബിയെ വല അന്ത യാ റസൂലല്ലാഹ്, അങ്ങും അങ്ങനെയാണോ നബിയെ? അങ്ങും അമൽ കൊണ്ട് സ്വർഗത്തിൽ പോകൂലേ? ഏത് നബി? വലംദു സുന്നത്തമൻ അഹിയല്ലലാമ ഇലാ അനിസ്തഖത് ഖദമാഹുല്ലുറ മിൻ വറമി. നീരുവിങ്ങി തൃപ്പാദങ്ങൾ സങ്കടമുണർത്തിയാലും രാത്രി നമസ്കാരങ്ങളാൽ നിശാന്ധകാരം അഭിദീപ്തമാക്കിയോരൻ നബിയുടെ സുന്നത്തുകൾ അവഗണിക്കയാൽ ചെയ്തേൻ പാരം നികാരം. രാത്രി നിസ്കാരം കൊണ്ട് കാല് നീര് വീങ്ങി അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ചു. ആ നബി പറയുക, അമൽ കൊണ്ട് ആരും രക്ഷപ്പെടില്ല, അങ്ങും രക്ഷപ്പെടില്ല, ഇല്ല ഞാനും രക്ഷപ്പെടില്ല. പിന്നെയോ വല അന ഇല്ല അയ്യത്തകമ്മദനി അല്ലാഹു ബിറഹ്മതി. അള്ളാഹു എൻ്റെ കരുണ കൊണ്ട് എന്നെ ചുറ്റി പൊതിഞ്ഞാലല്ലാതെ എൻ്റെ അമൽ കൊണ്ടൊന്നും ഞാനും രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ ഏത് അമലിൻ്റെ പേരിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? ഒരൊറ്റ കാര്യം, നമ്മുടെ നിയ്യത്ത് നന്നായാൽ. നിയ്യത്ത് നല്ലതെങ്കിൽ എന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ എന്ന് മഹാനായ ഉസ്താദ് തഴവ ഉസ്താദ് പറഞ്ഞ പോലെ, നല്ല നിയ്യത്താണെങ്കിൽ പുറകെ തൗഫീഖ് വരും. നിയ്യത്ത് മോശമാണെങ്കിൽ തൗഫീഖ് കുറഞ്ഞു വരും. റമളാനിൽ ചെയ്ത അമലുകൾ പിന്നെ കാണില്ല. സഹോദരങ്ങളെ, റമളാൻ ഒരു ഹൃദ്രോഗ ചികിത്സയാണ്. ഹൃദ്രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഹാർട്ട് ചികിത്സിച്ചതിന് ശേഷം അവർക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ആദ്യം 10,000 രൂപയുടെ മരുന്ന് കൊടുക്കും. കാരണം ഇതൊന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മരുന്നിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരും. പിന്നെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പറയും ഇപ്പം ഗുളിക കുറവാണ്, ഇപ്പോൾ 1-2 ഗുളികകളിൽ ഒതുങ്ങിയിട്ടുണ്ട്, പക്ഷെ മരുന്ന് മുടങ്ങരുത്. ഇത് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂല് ഈ മനസ്സിനെ ശുശ്രൂഷിച്ചത്. ഈ മനസ്സിൻ്റെ ഉദ്ദേശശുദ്ധികളെ പരിക്കില്ലാതാക്കി റബ്ബിനോട് ലിങ്ക് ചെയ്യാൻ, ഈ മനസ്സിനെ പാകപ്പെടുത്തി തരാൻ വേണ്ടി ഈ റമളാനിൽ നമ്മുടെ ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയിട്ട് അള്ളാഹിൻ്റെ റസൂല് നമ്മളോട് തറാവീഹിൻ്റെ, നോമ്പിൻ്റെ, പട്ടിണിയുടെ, ഖുർആൻ പാരായണത്തിൻ്റെ മരുന്നുകൾ വാരിക്കോരി നമ്മളെ കഴിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇനി അത്രയും വേണ്ട, റമളാൻ കഴിഞ്ഞിട്ട് ഷവ്വാൽ 6 നോമ്പ് അളവ് കുറച്ചു, 6 മതി, ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് 6. അത് കഴിഞ്ഞ് നിർത്തരുത്. അത് കഴിഞ്ഞിട്ട് 3 നോമ്പ് എല്ലാ മാസവും, തിങ്കളും വ്യാഴവും ഓരോന്ന് തുടരണം. ഒരിക്കലും മരുന്ന് മുടക്കരുത്. എത്ര മനഃശാസ്ത്രപരമാണ് ഈ ചികിത്സ എന്ന് പറയുന്നത്. ഇത് ചികിത്സിക്കേണ്ട പോലെ ചികിത്സിച്ചാൽ മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ. റമളാനിൽ വാരിക്കോരി ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ 10,000 50,000 രൂപയുടെ മരുന്ന് കഴിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ, അല്ലെ ഓപ്പറേഷൻ നടന്ന സമയത്ത്. പിന്നെ ഞാനങ്ങ് നിർത്തി. എന്തായിരിക്കും ആ രോഗിയുടെ അവസ്ഥ? ഇത് തന്നെയാണ് റമളാനിൽ വാരിക്കോരി അമല് ചെയ്തു എന്ന് പറഞ്ഞ് അതവിടെ അവസാനിപ്പിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സ് സംസ്കരിക്കപ്പെട്ടിട്ടില്ല. സംസ്കരിക്കപ്പെട്ടാൽ ആ അമലിൻ്റെ പേരിൽ അഭിമാനബോധവും അഹന്തയും തോന്നിയിട്ട് ഇനി അധികം വേണ്ടെന്ന് തോന്നൂല. 6 നോമ്പ് പിടിക്കാതിരിക്കൂല. നേരമുണ്ട്, അള്ളാഹു തൗഫീഖ് തരട്ടെ. കസൗമിദ്ദഹരി കുല്ലി, കാലം മുഴുവൻ നോമ്പ് വെച്ചതിൻ്റെ പ്രയോജനം കിട്ടുമെന്ന, കൂലി എന്ന് മാത്രം വായിക്കരുത്, പ്രയോജനം കിട്ടും. കാലം മുഴുവൻ നോമ്പായിരുന്നാൽ ഒരാൾക്ക് എങ്ങനെയാണോ ആത്മസംയമനവും സംസ്കരണവും സാധ്യമാവുക, അവൻ്റെ മനസ്സ് അല്ലാഹുമായി ലിങ്ക് ചെയ്യപ്പെടുക, ആ കണക്ഷൻ പൊട്ടിപ്പോകാതിരിക്കുക. നമ്മുടെ മനസ്സ് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ചെറിയ മനസ്സാണ്.
അനസ്സഗീർ. ആത്മജ്ഞാനികൾ പറയുന്നത് മനുഷ്യൻ്റെ കൽബ് ഇന്നനി അനല്ലാ എന്ന് പറയുന്ന അല്ലാ എന്ന് പറയുന്ന വലിയ അന, ആ വലിയ അനയുടെ ചെറിയ അനയാണ് നമ്മളും പറയുമല്ലോ ഞാനെന്ന്. ഈ ഞാൻ അല്ല എന്ന വലിയ അനയുടെ ചെറിയ അനയാണ്. ചിലർ പറയും പരമാത്മാവും, അല്ലേ? അങ്ങനെ പറയാറില്ലേ? അങ്ങനെയുള്ള ഈ മനസ്സ് അള്ളാഹുവിലേക്ക് ലിങ്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മനസ്സിൻ്റെ ശക്തി, മനസ്സിൻ്റെ ബലം. അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നിയ്യത്ത് എന്ന് പറയുന്ന അള്ളാഹുവിനെ ചിന്തിക്കുക എന്നതിനർത്ഥം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലെ കരുതലാണ്, അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ കണ്ണി ചേർക്കലാണ്. എപ്പോഴാണോ അള്ളാഹുവിനെ ഫദ്കുറൂ നീ അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ അപ്പോൾ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അള്ളാഹ് എന്ന് ഓർത്താൽ അപ്പം അള്ളാഹ് നമ്മളെ ലിങ്കായി, അള്ളാഹ് നമ്മൾ ഓർക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. അതിന് നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് നിലനിർത്തി പോരാനാണ് ഞാൻ പറയുന്നത്. ഇസ്തിഖാമത്തില്ലാത്ത ഒരാൾക്കും റമദാനിൽ വാരിക്കോരി അമൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് റമദാനിൽ നേടിയ ആർജവും ഈമാനികമായ ആത്മ വിശുദ്ധി അത് നിലനിർത്താൻ കഴിയുകയില്ല എന്നെല്ലാ മഹത്തുക്കളും മക്കളോട് ഉപദേശിച്ച അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ബുനയ്യ ഖിഫില്ലാഹ ഖൗഫൻ തറാ അന്നക ലൗ അതൈതഹു ബിഹസനാത്തി അഹ്ലിൽ അർളി ലം യതഖബ്ബൽഹാ മിൻക. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും കർമ്മങ്ങളുമായി റബ്ബിൻ്റെ മുമ്പിൽ നീ ചെന്നാലും അള്ളാഹ് ഒന്നും സ്വീകരിക്കുകയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് മോനെ നീ അമൽ ചെയ്യണമെന്ന്. അള്ളാഹു സ്വീകരിക്കുമോ എന്നത് വളരെ പ്രധാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ വെറുതെ കഥകളല്ല, ഇതൊക്കെ ചരിത്രത്തിൽ നെയ്യത്തിന് എത്ര വലിയ സ്ഥാനമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ള മൂത്തത്തിൻ്റെ രണാങ്കണത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ പ്രിയപ്പെട്ട അനുയായികൾ, ഏറ്റവും പ്രിയപ്പെട്ട സെയ്ദിനെയും തൻ്റെ വളർത്തുപുത്രനായ സെയ്ദിനെയും എൻ്റെ അനുജനായ ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയും പിന്നീട് അബ്ദുല്ലാഹി ബിൻ റവാഹയെയും ബൈസന്റിയൻ സൈന്യത്തോട് 100,000-ഓളം വരുന്ന സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കേവലം 3000 പേരെ യാത്രയാക്കുമ്പോൾ ആദ്യം സെയ്ദ്, രണ്ടാമത് ജഅഫർ, മൂന്നാമത് അബ്ദുല്ലാഹി ബിൻ റവാഹ പതാകവാഹകന്മാരാക്കിയിട്ട് ആദ്യത്തെയാൾ മരണപ്പെട്ടാൽ രണ്ടാമത്തെയാൾ മരിച്ചാൽ മൂന്നാമനെന്ന് പറഞ്ഞപ്പോൾ കേട്ടുനിന്ന ജൂതൻ പറഞ്ഞു 3 ആളും മരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ 3 ആളും മരിച്ചു. ഒന്നാമത്തെയാൾ രക്തസാക്ഷിയായി സെയ്ദ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ആൾ ജഅഫർ റളിയല്ലാഹു രക്തസാക്ഷിയായി. മൂന്നാമത്തെ സെയ്ദ് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു രണാങ്കണത്തിലേക്ക് കുതിക്കാൻ ഒരുങ്ങുമ്പോൾ അല്പമൊന്ന് അമാന്തിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഞാൻ 3 പേരെയും സ്വർണ്ണ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെടുന്നതായി കണ്ടു. പക്ഷേ അബ്ദുല്ലാഹി ബിൻ റവാഹയുടെ സ്വർണ്ണ സിംഹാസനം കൂട്ടുകാരുടേതിൽ അല്പം താഴെയായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ നബിയെ. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? ഒരുപോലെ പൊരുതിയ പോരാളികളല്ലേ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് റസൂലുള്ള പറഞ്ഞു, അല്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു അമാന്തം വന്നു, അതുകൊണ്ടാണ് പദവി കുറഞ്ഞു പോയത്. വിചാരത്തിലെ, നെയ്യത്തിലെ, കരുതലിലെ ചെറിയ നേരിയ വ്യതിചലനം പോലും പരലോകത്തിലെ പദവികളെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരിക. നെയ്യത്തിലെ ചെറിയ ഒരേറ്റ വ്യത്യാസം, വ്യതിചലനം പോലും പരലോകത്തിലെ പദവികളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇതൊക്കെ വെറുതെ കഥകളല്ല, ഇക്കഥകളെ ഇസ്ലാമിലുള്ളൂ. ഇത് തന്നെയാണ് ഇസ്ലാമിക ദർശനത്തിൻ്റെ, തത്വശാസ്ത്രത്തിൻ്റെ ആധാരം. ഇതാണ്. ഈ നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് നമുക്ക് പരിശുദ്ധമായ റമദാൻ അനന്തര ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പുണ്യ റമദാനിൽ നാം ആർജിച്ചെടുത്ത ആ നിറവിശുദ്ധി, നമ്മുടെ അമലുകളെക്കുറിച്ചുള്ള അഹന്ത, പ്രശംസാഭാവത്തിൻ്റെ ബോധത്തിൻ്റെ പേരിൽ കൈമോശം വന്നു പോകാതെ, അള്ളാഹുവേ നീ എന്നിൽ നിന്ന് സ്വീകരിച്ചു, ഓരോറപ്പുമില്ലല്ലോ എന്ന ഭീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും അടുത്ത് നമ്മുടെ നിയ്യത്തുകൾ കൂടുതൽ മെച്ചപ്പെടുത്തതാക്കി തീർക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്, നമ്മൾ വളരെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്ത അമലുകളെക്കുറിച്ച് മാത്രം വേവരാതിപ്പെട്ടിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് നമ്മൾ അഭിമാനിച്ചിട്ടും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉദ്ദേശശുദ്ധികൾ നന്നാകണം. മനസ്സ് നന്നായാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. പരിശുദ്ധമായ റമദാനിലെ നോമ്പ് കൊണ്ട്, നിസ്കാരം കൊണ്ട്, ദാനം കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശശുദ്ധിയെ കൃത്യമായ തലത്തിലെത്തിക്കാൻ നമുക്കായിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ സ്വീകാര്യതയുടെ കബൂലിയത്തിൻ്റെ ഉന്നതമായ വിധാനത്തിൽ നമ്മുടെ മനസ്സിൻ്റെ നിയ്യത്തിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അതാണ് പരിഹാരം. അമല് നോക്കിയല്ല, അമല് നോക്കുന്നത് നല്ല നിയ്യത്തുള്ള അമൽ മാത്രമേ അള്ളാഹ് നോക്കുക പോലുള്ളൂ. നിയ്യത്തില്ലാത്ത ഒരമലും അള്ളാഹ് നോക്കുക പോലുമില്ല. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ പാസ്സായിരിക്കുന്നു.
നമ്മുടെയൊക്കെ വഖഫ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്ത വഖഫിന് ഇനി ഒരു കാലത്തും മോചനമില്ല എന്നാണ്. ഇനി വഖഫുകൾ പിടിച്ചെടുക്കപ്പെട്ടാലും തിരിച്ചു ചോദിക്കാൻ കഴിയാത്ത, വഖഫ് ബോർഡുകളെയൊക്കെ അപ്രസക്തമാക്കുന്ന, വഖഫ് സംവിധാനങ്ങളെ അപ്രസക്തമാക്കുന്ന വലിയ, പക്ഷേ ഇവിടെ അള്ളാഹു തആല നമുക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്ന ചില നല്ല സൂചനകളും തരുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് അതിൻ്റെ മതേതര സ്വഭാവം ഏറ്റവും ഉജ്ജ്വലമായ രൂപത്തിൽ പ്രകടിപ്പിച്ചു എന്ന കാര്യം കാണാതിരുന്നിട്ട് കാര്യമില്ല. കോൺഗ്രസ് ആകട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി ആകട്ടെ, മുസ്ലിം എം പിമാരേക്കാൾ വീറോടുകൂടി വാദിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ജോൺ ബ്രിട്ടാസിനെ ഒരു വശത്ത്, നമ്മുടെ എറണാകുളത്തിൻ്റെ ഹൈബി ഈഡനെ, ക്രിസ്ത്യൻ സമുദായത്തിലെ ഭീകരന്മാരായ ആത്മീയ നേതാക്കൾ വഖഫിന് അനുകൂലമായി സംസാരിച്ചാൽ നിങ്ങളെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ആ ആത്മീയ ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ എം പിമാർക്ക് ഒരു വശത്ത് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ എം പിമാർക്കും കഴിഞ്ഞു. പലർക്കും കഴിഞ്ഞല്ലോ. മുസ്ലിം പോലും അല്ലാതിരുന്നിട്ട് പോലും ഇതാണ് നമ്മുടെ രാജ്യമെന്ന് നമ്മൾ അറിയണം. നമ്മളാകുമെങ്കിൽ, നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നമ്മുടെ ഉദ്ദേശങ്ങൾ നന്നാകുമെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഐക്യം രൂപപ്പെടുമെങ്കിൽ, പരസ്പരം പകയും വെറുപ്പും മാറ്റിവെച്ച് നമ്മൾ ലക്ഷ്യത്തിൽ ഒന്നാകുമെങ്കിൽ, നമ്മളോടൊപ്പം നിൽക്കാൻ ഈ രാജ്യത്തെ ഇടതുമുണ്ട് വലതുമുണ്ട് മതേതരർ മുഴുവനുണ്ട് എന്ന് പാർലമെൻറ്റ് തെളിയിച്ചു എന്നുള്ളതാണ്. ഈ പ്രശ്നം നമ്മുടെ എല്ലാവരുടേതുമാണ്. നമ്മൾ ഒരുപോലെ പറഞ്ഞു. ഈ രാജ്യം നിയന്ത്രിക്കുന്ന, അതിൽ വലിയ പങ്കുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ഏജന്റന്മാരായ ഭീകരന്മാരായ ആത്മീയവാദികൾ, KCBC അടക്കമുള്ളവർ വഖഫ് പൊളിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടും സാക്ഷാൽ ക്രൈസ്തവർ, ചിലർ പറഞ്ഞു കോൺഗ്രസ് രാഹുൽ ഗാന്ധി വന്നില്ല, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞ് നമുക്ക് വേണ്ടി സംസാരിച്ച KC വേണുഗോപാൽ നന്നായി സംസാരിച്ചില്ലേ, ഗൊഗോയി നന്നായി സംസാരിച്ചില്ലേ, ഏറ്റവും ഭംഗിയായി സംസാരിച്ചത് അവരല്ലേ. അതുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിച്ച അവരെ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് പറഞ്ഞോട്ടെ, അത് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷെ നമ്മൾ പറയരുത്, നമുക്ക് വേണ്ടി സംസാരിച്ചവരെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും അല്ല ശ്രമിക്കേണ്ടത്. അവരെല്ലാവരും നമ്മുടെ ആളുകളാണ്, നമുക്ക് വേണ്ടി സംസാരിച്ചവരാണ്. അഥവാ ഇന്ത്യയുടെ മതേതര പാർലമെൻറ്റ് പൂർണ്ണമായും നമ്മളോടൊപ്പമുണ്ട്. ഒരു പറ്റം ഭീകരന്മാർ മാത്രമേ മറുവശത്തുള്ളൂ എന്ന് വളരെ കൃത്യമായി തെളിയിച്ചതായിരുന്നു ഈ ചർച്ച. അതുകൊണ്ട് രാജ്യം വളരെ വലിയ പ്രതീക്ഷയാണ് സമൂഹത്തിന് നൽകുന്നത്. തൽക്കാലം കൈവശമുള്ള അധികാരം ഒന്നുകൊണ്ട് മാത്രം അവർക്ക് ചിലതൊക്കെ സാധ്യമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രാജ്യത്തിൻ്റെ മനസാക്ഷി ഈ നമ്മോടൊപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മുടെ വഖഫ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരുപാട് അനാസ്ഥയുണ്ട്. ഞാനിപ്പോൾ ആഭ്യന്തര വിമർശനത്തിന് സമയം വിനിയോഗിക്കുന്നില്ല. വഖഫൊക്കെ നശിപ്പിച്ചതിൽ 1-ാം നമ്പർ ശത്രു നമ്മളാ, RSSകാരൊന്നുമല്ല. വഖഫ് ഉപയോഗിക്കാത്തതിനും വഖഫ് ദുരുപയോഗം ചെയ്യുന്നതിലും വഖഫ് പിടിച്ചെടുത്തതിലും വഖഫിനെ വിട്ടുകൊടുക്കാത്തതുമൊക്കെ മുസ്ലിങ്ങളാണ്, മുസ്ലിം മേലാളന്മാരാണ്, മുസ്ലിം രാഷ്ട്രീയക്കാരാണ്, മുസ്ലിം മതപണ്ഡിത സംഘടനകളാണ്. 1-ാം ശത്രു, 1-ാം പ്രതി നമ്മളാണ്. അത് നമ്മൾ സ്വയം അറിഞ്ഞു വയ്ക്കേണ്ട സംഗതിയാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ പൊതുശത്രു നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം മാറ്റിവെച്ചാകണം നമ്മൾ അവർക്കെതിരിൽ പ്രതിരോധം തീർക്കേണ്ടത് എന്നുകൂടി അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കുക. ആ കർമ്മങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഇസ്തിഖാമത്തോടുകൂടി നാം ചെയ്ത ഈ റമദാൻ്റെ നന്മകൾ നിലനിർത്തിക്കൊണ്ട് പടച്ചവനോടുള്ള ബന്ധത്തിൻ്റെ കണ്ണിമുറിയാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണമെങ്കിൽ ഉദ്ദേശം നന്നാക്കുക, മനസ്സ് നന്നാക്കുക. ഇഖ്ലാസോടുകൂടി എൻ്റെ റബ്ബ് എന്നിൽ നിന്ന് സ്വീകരിച്ചു എന്ന് പേടിച്ചുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു കലർപ്പ് ഇഖ്ലാസിൽ, ഉദ്ദേശശുദ്ധിയിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിനയായി പരിണമിക്കുമെന്ന ഓർമ്മയിൽ ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും നമ്മുടെ നിയ്യത്തുകളെ, ഉദ്ദേശങ്ങളെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് അനുകൂലമായ കാലാവസ്ഥ നമ്മുടെ രാജ്യത്തും ലോകത്തും സംജാതമാക്കി തരുമാറാകട്ടെ. വേദനകളും പ്രകാശങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലാഹു തആല മോചനം നൽകുമാറാകട്ടെ. നമുക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന, മുമ്പും ശബ്ദിച്ച ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നമ്മൾ കാണണം, ഓർക്കണം. അവർക്കെല്ലാം അല്ലാഹു ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും മോചനവും ഒക്കെ നൽകുമാറാകട്ടെ. നമുക്ക് വേണ്ടി ഇന്ന് നമ്മുടെ ഭാഗമല്ലാതിരുന്നു കൊണ്ട് തന്നെ നമുക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയും അവരോടൊപ്പവും നമ്മൾ നിൽക്കണം, അവരെ അഭിനന്ദിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അത്തരം കൂട്ടായ്മകളിൽ കൊച്ചു കൊച്ചു വികാരങ്ങളുടെ പേരിൽ വിള്ളലുകൾ ഉണ്ടാക്കാതിരിക്കാനും നമ്മൾ ശ്രമിക്കണം. രാഷ്ട്രീയക്കാരുടെ ചേരിയിൽ അവരെന്തും പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ നമുക്ക് വേണ്ടി നിന്നവരെ നാം എന്നും മാനിക്കണം, അവരെ അനുമോദിക്കണം, അവരെ അഭിനന്ദിക്കണം, അവരോട് നന്ദിയുള്ളവരായിരിക്കണം എന്നതുകൂടി നമ്മുടെ നിലപാടുകളിൽ വളരെ പ്രധാനമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ